പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് ഒരുമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേക നിയോഗമാണ് കർത്താവെ, ഞങ്ങളുടെ മക്കള് കൃപയിൽ ജീവിക്കണം. ഞങ്ങളുടെ മക്കള് അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ മക്കള് രക്ഷ പ്രാപിക്കണം. ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കണം. ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് ജീവിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടണം, വിവാഹം നടക്കണം. അനുഗ്രഹിക്കപ്പെട്ട മക്കളായിട്ട് അങ്ങയുടെ മക്കള് ജീവിക്കണം. ഈശോയെ, അങ്ങയുടെ വലിയ ആഗ്രഹമാണല്ലോ അത്. അതിനുവേണ്ടി അങ്ങ് പറയുന്ന വലിയ ഒരു കാര്യമാണ് അങ്ങയുടെ മക്കള് അങ്ങയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത്. ഈശോയെ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന മക്കള് ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്നാൽ കർത്താവേ, അതിന് പകരമായിട്ട്, അതിന് വിരുദ്ധമായിട്ട് ഞങ്ങളുടെ മക്കൾക്ക് സംഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ് അങ്ങയെ വിട്ട് ലോകത്തിന്റെ പിന്നാലെ, ലോകാരൂപിയുടെ പിന്നാലെ, വചനത്തെ ലംഘിച്ച് കൂദാശകളെ ഉപേക്ഷിച്ച് ദേവാലയം വിട്ടുപേക്ഷിച്ച് പോകുന്ന ഞങ്ങളുടെ മക്കള്. ഈശോയെ, അതിന് ചേർന്ന് പോകുന്ന വിധത്തില് ലോകത്തിന്റെ സ്വാധീനങ്ങള്, മീഡിയ, കൂട്ടുകെട്ട്, ലഹരി, മറ്റ് ഇൻസ്റ്റാഗ്രാം, സിനിമകള്, വശീകരണ യന്ത്രങ്ങള്, പൈശാചിക പീഡകള്, പൈശാചികമായ ഒത്തിരി പ്രലോഭനങ്ങള് ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ കർത്താവേ. ഞങ്ങളുടെ മക്കളെ തിരു മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈ 2025 അവസാനിക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ വലിയ പ്രാർത്ഥനയോടെ 2026 ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിതാ ഒരുമയോടെ തിരുസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. ഉന്നതമായ കൃപയില്, അഭിഷേകത്തില്, ശക്തിയില് ഞങ്ങളുടെ മക്കളെ വലിയ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി അഭിഷേകത്തിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ ഈ ദിവസങ്ങള് പ്രത്യേകമാവിധത്തില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 2026 പ്രവേശിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് തിരുസന്നിധിയില് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഉന്നതമായ അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് തിരുമുമ്പിൽ, തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ലോകത്തെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ ദൈവൈക്യത്തിലും ദൈവകൃപയിലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ കൃപയുടെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി ഒഴുക്കണമേ കർത്താവേ. അങ്ങയുടെ മക്കളിലേക്ക് ഒഴുകട്ടെ, ഞങ്ങളുടെ മക്കളിലേക്ക് ഒഴുകട്ടെ. സ്വയ നന്ദി, സ്വയ ആരാധന, സ്വയ മഹത്വം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി വലിയ പ്രാർത്ഥനയോടെ നമ്മള് മാസങ്ങളായിട്ട് ഒരുമിച്ച് കർത്താവിന്റെ കൂടെയായിരിക്കും. ദിവസങ്ങളൊക്കെ പല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകള്, അത് എല്ലാ തരത്തിൽ നിന്നും മക്കൾക്കെതിരെ, നമ്മുടെ മക്കളുടെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ, ലോകാരൂപി, ജഡികാസക്തി, വൈശാചിക ആക്രമണങ്ങള്, ആത്മീയ പോരാട്ടം, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മള് കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ നിരാശപ്പെടാതെ, തളർന്നു പോകാതെ നിരന്തരം വലിയ വിശ്വാസത്തിലും വലിയ പ്രത്യാശയിലും കർത്താവിന് മുമ്പില് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 19-ാം വചനം നമുക്ക് സുപരിചിതമാണ്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുവിൻ. കർത്താവിന്റെ സന്നിധിയില് ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നൽകവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക.
അനൂപ് പറയുന്നുണ്ട്, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. കണ്ണുകൾക്ക് വിശ്രമം നൽകാതെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് രാവും പകലും കണ്ണീർ ഒരു മഹാപ്രവാഹം പോലെ ഒഴുകട്ടെ. നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളിന്ന് നോക്കുമ്പോ നമ്മുടെ മക്കൾ തളർന്നു വീഴുന്നു, ഒത്തിരി നശിച്ചു പോകുന്നു, രോഗത്തെ പെട്ടുപോകുന്നു, കൂട്ടുകെട്ടി പെട്ടുപോകുന്നു, ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു, മൊബൈലിനെ പിടിപ്പെട്ട് രാവും പകലും. അമ്മച്ചു പറയാ, 24 മണിക്കൂർ മച്ച എന്റെ മോൻ മൊബൈൽ ബാത്റൂമിൽ പോകുമ്പോൾ. ഇന്ന് ഒരു കൊച്ചിന്റെ അവസ്ഥയൊന്നുമില്ല, ഒത്തിരിയേറെ മക്കള് അച്ഛൻ പലവട്ടം പറയാറുണ്ട്, അവിടെ നമ്മുടെ മക്കള് കെണിയപ്പെട്ടു പോവാ. അമ്മച്ചി വീണ്ടും പറയാ, അച്ഛാ ഇപ്പൊ എന്തോ ഇലക്ട്രിക് പവർ കുത്തിവെച്ചുള്ള എന്തോ ഒരു സാധനം വലിക്കുന്നുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് സിഗരറ്റ്, അത് തുടങ്ങി. ഇന്ന് നമ്മുടെ മക്കള് നശിച്ചു പോകുന്ന രീതിയിൽ എല്ലാ മാതൃകകളും മാധ്യമങ്ങളും കൂട്ടുകെട്ടും വസ്തുക്കളും ലഹരിയും മൊബൈലും ഗെയിമുകളും സിനിമകളും റീലുകളും ഇതെല്ലാം കൊണ്ട് നമ്മുടെ മക്കൾ ഇന്ന് ആകപ്പാട് തകർന്നിരിക്കുക. അതിന്റെ പേരില് പഠനം മുടങ്ങുന്നു, സ്വഭാവം മാറുന്നു, വയലന്റ് ആവുന്നു, ജീവൻ തന്നെ നശിപ്പിക്കുന്നു. ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിയിരിക്കുന്ന ഒരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എവിടെയാണ് വിലാപങ്ങളുടെ പുസ്തകത്തില് ഈ പറയപ്പെട്ട വചനങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തില് അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന വലിയൊരു പൊതുവായ സത്യമുണ്ട്. നമ്മുടെ മക്കൾക്ക് ദൈവത്തോട്, ദൈവികമായ കാര്യങ്ങളോട്, ദേവാലയത്തോട്, കൂദാശകളോട്, കുടുംബ പ്രാർത്ഥനയോട്, വിശുദ്ധ വചനത്തോട്, ജപമാലയോടൊക്കെ താല്പര്യമില്ലായ്മ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ ധ്യാനം കഴിഞ്ഞോളൂ. എന്നോർക്കാണ് കുറേ മക്കളുണ്ടായിരുന്നു, യുവമക്കൾ. കാരണവന്മാര് നിർബന്ധിച്ചും കൂടെ കൂട്ടിക്കൊണ്ടു വന്നതൊക്കെ. ഇന്നലെ ഇവിടെ ഞായറാഴ്ചയായിട്ട് പോലും, കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിട്ട് പോലും കുർബാന രാവിലെ 7:30, 7:30, 8 മണിയാവും ഇൻട്രൊഡക്ഷൻ ടോക്ക് കഴിഞ്ഞു. ആ കുർബാനയ്ക്ക് പോലും വരാതെ മുറി കിടന്നുറങ്ങുന്ന മക്കൾ. അപ്പനും അമ്മയും, അപ്പൻ വഴിക്ക് വന്നു, അമ്മ നേരത്തെ വന്നു, 2 മക്കൾ മുറി കിടന്നുറങ്ങി. കുടുംബമായിട്ട് വന്നതാ. ഞാൻ ഓർക്കാണ്, മക്കളെ, നമ്മുടെ മക്കൾക്ക് ദൈവത്തോട്, ഉദാസീനോട് താല്പര്യമില്ല. താല്പര്യമില്ലാത്ത മക്കള്, ഇതിനുള്ള മക്കളുണ്ടോ, അവര് അങ്ങേയറ്റ തീക്ഷ്ണതയിലാണ്. നമ്മൾ അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവകൃപയില്, ഉദാസയില് ഉറപ്പിക്കപ്പെട്ട് നമ്മുടെ മക്കൾ വളരണം. നമ്മൾ 2026 പ്രവേശിക്കാൻ പോകുമ്പോ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം കാലഘട്ടം ഇതാ. നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന മക്കള്, ഇങ്ങനെ അകന്നു പോകുന്ന മക്കൾ, ഈശോൻ അകന്നു പോകുമ്പോ നമ്മൾ മക്കള് ജഡിക അരൂപിയില്, ലോകാരൂപിയില് അടിമപ്പെട്ട് നശിച്ചു. ഇതും പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവുന്നില്ല. അവർക്കുണ്ട് ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ശക്തമായിട്ടും യുക്തമായിട്ടും അടിസ്ഥാനമിട്ടും കാര്യകാരണ സഹിതവും ഇവിടെ പറയപ്പെടുമ്പോഴും നമ്മുടെ മക്കൾക്ക് അതൊന്നും സ്വീകരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കണ്ണു കെട്ടിയിരിക്കുന്നു, ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റണില്ല. എന്നാ ചില മക്കളെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, അവരെ ഞാൻ കാണുന്നുണ്ട്. മനസ്സിലാക്കിയിട്ട് കർത്താവിന്റെ കൂടെ നമ്മുടെ ദിവികാരന്റെ യാത്രയിലേക്ക് വരാൻ വേണ്ടി ഇന്നലെ കൊച്ചു പറയാ, അച്ഛാ ഇതൊക്കെ കെട്ടിപ്പോ അച്ഛന്റെ കൂടെ ദിവികാരന്റെ സന്നിധിയില് യാത്രയിൽ ഞാൻ വരും, എനിക്ക് വരണം അച്ഛാ, ഈശോയുടെ കൂടെ എനിക്ക് പോകണം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒത്തിരി മക്കൾ കാർമൽ യൂത്ത് വേവ്സ് ദിവികാരന്റെ യാത്ര, നിങ്ങൾ കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കണം, ആരോഗ്യം നിങ്ങൾ ചെലവഴിക്കണം, നിങ്ങൾ കർത്താവിന്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് 40-40 പിള്ളേരുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിലെ. 2 പേരാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് വേണ്ടി മനസ്സ് വെച്ച് പേര്. ഞാൻ പറഞ്ഞു വരിക, നമ്മുടെ മക്കൾക്ക് ദൈവികമായ കാര്യങ്ങളോട് ഞാൻ ഓർക്കണം. കർത്താവിന്റെ കൂടെ നമ്മുടെ ദിവികാരന്റെ യാത്രയിലുള്ള യഹോവ ക്ഷമ വാഹനം, മനോഹരമായ വാഹനം, നമുക്ക് ഈശോയുടെ കൂടെ പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം മക്കളെ, യുവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടും, അത്രയും പറഞ്ഞിട്ടും
നമ്മുടെ മക്കൾക്ക് ദൈവികമായ കാര്യങ്ങളോട് താല്പര്യമില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ പറയാണ്, നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും കാർമൽ യൂത്ത് വേഴ്സ്, നമ്മുടെ യുവ മക്കളുടെ കൂട്ടായ്മ, അതോടൊപ്പം തന്നെ ദിവ്യകാരുടെ യാത്രകൾ, അതിന് താല്പര്യമുള്ള മക്കള് അച്ഛനോട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾക്കും വരാം, മക്കൾക്കും വരാം. നമ്മള് ഈ ഇനിയുള്ള ഈ 2026 പ്രത്യേകിച്ചും ദിവ്യകാരുടെ യാത്രകളും ഒത്തിരിയുള്ള പ്രാർത്ഥനകളും മൽക്കവലകളിൽ ഇങ്ങനെ വീണു പോകുന്ന മക്കളെ അങ്ങനെ കൈവിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറയ്ക്കരുത്, ശക്തമായി പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കൾ ദൈവൈക്യത്തിൽ വളരണം. നമ്മുടെ മക്കൾ കൃപയിൽ നിറഞ്ഞ് കൃപാ ജീവിതം ജീവിക്കണം. മക്കൾ മാത്രമല്ല, നമ്മളും ഈ ഒരു 2 കാര്യത്തിൽ കേന്ദ്രീകൃതമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക്. അതിലൂടെ നമ്മുടെ മക്കൾ ദൈവൈക്യത്തിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ദൈവകൃപയിൽ, ദൈവിക ജീവനിൽ അവർ മരിക്കില്ല, അവർ തളരില്ല, അവർ ഉണങ്ങത്തില്ല, അവർ വളരും, പഠിക്കും, ജയിക്കും. എല്ലാ കാര്യങ്ങളും കർത്താവ് അവർക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 2026 പ്രവേശിക്കുകയും പിന്നീട് അങ്ങോട്ട് മക്കൾ വളരാൻ വലിയ ശുശ്രൂഷകൾ നമ്മൾ പ്രാർത്ഥനയിൽ നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ഈശോയിൽ വളരട്ടെ, നമ്മുടെ മക്കൾ ദൈവകൃപയിൽ വളരട്ടെ. അത് മതി. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ നിയോഗങ്ങളും അതിലൂടെ സത്യം നമുക്ക് നമ്മുടെ മക്കളിൽ കാണാൻ പറ്റും. നമ്മുടെ മക്കൾ പഠിക്കും. നമ്മുടെ മക്കൾ ഒരു തെറ്റിന്റെ പിന്നാലെ പോകില്ല. നമ്മുടെ മക്കളെ പിശാചിനെ തൊടാൻ പറ്റില്ല. നമ്മുടെ മക്കൾ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാതിരിക്കില്ല. ദൈവൈക്യം, ദൈവകൃപ, നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ 2026 പ്രവേശിക്കുക. അതിനുശേഷം 2026 ഈ അടിസ്ഥാനത്തിൽ ശക്തമായ ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവൈക്യത്തിൽ, ദൈവകൃപയിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജോലി, ബിസിനസ്, പഠനം, പൗരോഹിത്യം, ശുശ്രൂഷകൾ എല്ലാം അതിശക്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 2026 നാം പ്രവേശിക്കുന്നു. അതിനുശേഷം ദൈവൈക്യത്തിൽ, ദൈവകൃപയിൽ മക്കൾ വളരാൻ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതങ്ങളും ഈ അടിസ്ഥാനത്തിൽ വളരട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസങ്ങൾ ഒരുങ്ങാം. 2026 നമുക്ക് പതുക്കെ പ്രവേശിക്കാം. മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. മക്കളെ, ദിവ്യാനീശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് പറയുന്ന ഈ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ, അതിനനുസരിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ, ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങ് നൽകുന്ന കൃപയിലും ജീവനിലും നിറയപ്പെട്ട് വളർന്ന് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കത്തോലിക്ക തിരുസഭയെയും എല്ലാ മേലധികാരികളെയും, എല്ലാ വൈദികരെയും, എല്ലാ സന്യസ്തരെയും, എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും, ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കായ യുവമക്കളെയും കുഞ്ഞുമക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എൻ്റെ മക്കളെ വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ ദിവ്യവരങ്ങളും ചൊരിഞ്ഞ് ആ കൃപകളാൽ നിറച്ച് കർത്താവേ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലും ഐക്യത്തിലും ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ എല്ലാവരെയും കർത്താവിലേക്ക് സമർപ്പിച്ച് മക്കളെല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ കൃപ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ ഹല്ലേലൂയ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 2026 ഞങ്ങൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കണം, ഞങ്ങളെയും ചേർത്ത് പിടിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് കർത്താവെ അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയണമേ. മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ഈശോയെ. ആമേൻ.